ഹലോ എവരി വൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 108 ബ്രിട്ടീഷ് പോയട്രി ഇൻ 18th സെഞ്ചുറി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് കേട്ടോ. അപ്പം അതിൽ നമ്മൾ 1-2 ബ്ലോക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വില്യം കോൺഗ്രീവ് ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്ലേനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് വില്യം കോൺഗ്രീവ് ലൈഫ് ആൻഡ് വർക്ക്സ് എന്നുള്ളതാണ്. അപ്പം ഈ എഴുത്തുകാരനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫും വർക്കുകളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. ഇതിന് ശേഷം രണ്ടാമത്തെ യൂണിറ്റിലാണ് നമ്മുടെ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലേയുടെ സമ്മറി വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോകാം. നമുക്ക് വില്യം കോൺഗ്രീവ് ലൈഫ് ആൻഡ് വർക്ക്സ് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു റെസ്റ്റോറേഷൻ പീരീഡിൽ ഒരു എഴുത്തുകാരനായിരുന്നു. റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാൾസ് രണ്ടാമൻ വീണ്ടും അധികാരത്തിൽ 1660 ചാൾസ് രണ്ടാമൻ വീണ്ടും ഭരണത്തിലേറാണ്. നമ്മുടെ ഈ ഒരു പ്യൂരിറ്റൻസിൻ്റെ ആ ഒരു ഭരണം, ഒലിവർ ക്രോംവെലിൻ്റെ ഒക്കെ ഭരണം കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് അവിടെ രാജവാഴ്ച പുനഃസ്ഥാപിക്കുകയാണ് ആര്, ചാൾസ് രണ്ടാമൻ. ആ ഒരു കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ വില്യം കോൺഗ്രീവ് എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചത് 1670 അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു പോയറ്റ് ആയിരുന്നു. ഈ ഒരു റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തായിരുന്നു റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുമ്പോൾ. അതിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിരുന്നു നമ്മുടെ ഈ ഒരു വില്യം കോൺഗ്രീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിറ്റി ഡയലോഗുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ഒക്കെ ഏറ്റവും വലിയൊരു സറ്റയറിലൂടെയൊക്കെയാണ് അദ്ദേഹം എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഫേമസ് ആയി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഹൈപ്പോക്രസിനെയും അതുപോലെ തന്നെ സോഷ്യൽ മാനേഴ്സിനൊക്കെ ഒരുപാട് ക്രിറ്റിസിസം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കീ ഐഡിയ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് മനസ്സിലാക്കി വെക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു കീ ഐഡിയ എന്ന് പറയുന്നത് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡ്രിവൺ ബൈ മണി എന്നുള്ളതാണ്. മണി, കോൺട്രാക്ട്സ്, സോഷ്യൽ റെപ്യൂട്ടേഷൻ, ഈ സംഭവങ്ങളൊക്കെയാണ് എന്ത് സൊസൈറ്റിയെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അഥവാ അവിടെ ശരിക്കുമുള്ള ലവിനോ ഇമോഷൻസിനോ ഒന്നും ഒരു സ്ഥാനം അവിടെ ഇല്ല. ഫുള്ള് ചതിയന്മാരുടെയും വഞ്ചനയുടെയും ഒക്കെ ഒരു ലോകം പോലെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൊസൈറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാറ്റയർ എന്ന് പറയും. അപ്പോൾ ഏതൊരു എഴുത്തുകാരനും എഴുതുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ അദ്ദേഹത്തിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അതായിരിക്കും അവരുടെ രചനയിലും നമുക്ക് കാണാൻ പറ്റുക. അപ്പം ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നമ്മൾ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്യൂർ ആയിട്ടുള്ള ലവ് അല്ല. അതൊക്കെ എന്താണ് വെറും സ്ട്രാറ്റജിക് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവ് മാത്രമാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചു വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ ഷാർപ്പ് ഡയലോഗുകളും അതുപോലെ തന്നെ ഒരു കോമഡിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഐറിഷ് ആർമിയിൽ സർവീസ് ചെയ്തിരുന്ന ആളാണ്. പിന്നീട് എന്താണ് ഈ സിവിൽ വാറിൻ്റെ ഒക്കെ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എന്താണ് ഭയങ്കര എക്കണോമിക്കലായിട്ടുള്ള ക്രൈസിസ് ഫേസ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം ഈ ചാൾസ് രണ്ടാമൻ എന്താണ് അധികാരത്തിലേറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായി. എന്താ പറയുക, പൊളിറ്റിക്കൽ വൈസ് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു നിന്ന ഒരു ടൈമായിരുന്നു. അപ്പം അതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിനോടല്ല കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഈ എഴുത്തിനോട്, കലാകാരന്മാരോട്, അവരുടെ രചനകളോട് അതിനോടൊക്കെ ആയിരുന്നു കൂടുതലായിട്ടൊരു ഇമ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജോൺ ഡ്രൈഡൻ ആണ് അദ്ദേഹത്തിന്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള ജോൺ ഡ്രൈഡൻ ആണ് അദ്ദേഹത്തിന് എന്തിലേക്ക് ഈ ഒരു മേഖലയ്ക്ക് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ആ ഒരു ലോ ആയിട്ടുള്ള ലോകത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം പ്ലേ അതുപോലെ തന്നെ പോയറ്റ് ആയിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പം ഇതിൽ പറയുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൊതുവായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നിങ്ങളത് എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 1660 റെസ്റ്റോറേഷൻ പീരീഡ് നമ്മൾ ചാൾസ് രണ്ടാമന് വീണ്ടും ഭരണത്തിൽ തിരിച്ചു കയറുകയാണ്. അതോടുകൂടി തന്നെ ഒരു മൊണാർക്കിനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, റെസ്റ്റോറേഷൻ ചെയ്തത്. ഒരു മൊണാർക്കി ആയിട്ടുള്ളൊരു ഭരണമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പം 1660 മുതൽ 1685 വരെയാണ് നമ്മളെ ചാൾസ് രണ്ടാമൻ അവിടെ ഭരിച്ചിരുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ തിയേറ്റേഴ്സൊക്കെ റിട്ടേൺ ചെയ്യുന്ന സമയമാണ്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഒലിവർ ക്രോംവെൽ എന്ന് അദ്ദേഹം ഒരു പ്യൂരിറ്റനിൽ പെട്ട ആളാണ്. അപ്പം അദ്ദേഹത്തിന് കൂടുതൽ മതവിശ്വാസത്തിൽ അപ്പം അവർക്കായിരുന്നു അവിടെ കൂടുതലായിട്ട് മുൻഗണന ഉണ്ടായി. അപ്പം അതോടുകൂടെ ചാൾസ് രണ്ടാമൻ വന്നതോടുകൂടെ ആ ഒരു ഇതൊക്കെ അവിടെ നിന്ന് മാറി. തിയേറ്റേഴ്സൊക്കെ ആദ്യമൊക്കെ എന്ന് പറയുമ്പം കോട്ടനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ആയിട്ട് മാത്രമായിരുന്നു തിയേറ്ററുകൾക്ക് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ജനങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ തുടങ്ങി. അപ്പം തിയേറ്ററുകളൊക്കെ ബാൻ ചെയ്തിരുന്നു പ്യൂരിറ്റൻസ്. തിയേറ്റേഴ്സൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളിലൂടെയൊക്കെ ബാൻ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയം അദ്ദേഹം ഭരണത്തിലേറുന്ന സമയം ഒരുപാട് കോൺഫ്ലിക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് റോയലിസ്റ്റ് എന്ന് പറയും, അതുപോലെ തന്നെ പാർലമെന്റേറിയൻസ് എന്ന് പറയുമ്പം. റോയലിസ്റ്റ് എന്ന് പറയുമ്പം കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് റോയലിസ്റ്റ്. അപ്പം ഒരു അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ റോയലിസ്റ്റിൽ പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ പാർലമെന്റേറിയൻസ് എന്ന് പറയുമ്പം കിങ് ഭരിച്ചോട്ടെ, പക്ഷേ കിങ്ങിന് എന്ത് വേണം, കുറച്ച് ലിമിറ്റ്സ് വേണം അല്ലെങ്കിൽ കുറച്ച് കൺട്രോൾ വേണം എന്നുള്ളത് വാദിക്കുന്ന ആളുകളായിരുന്നു പാർലമെന്റേറിയൻസ് എന്ന് പറയുമ്പോൾ. അപ്പം ഈ 2 പൊളിറ്റിക്കൽ
ആയിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയം തന്നെ. ആ ഒരു സമയത്ത് തന്നെയാണ് 2 പാർട്ടികൾ രൂപപ്പെടുന്നുണ്ട്. വിക്സ് അതുപോലെ തന്നെ എന്താണ് ടോറീസ് എന്ന് പറയുന്ന 2 പാർട്ടികൾ. വിക്സ് എന്ന് പറയുമ്പോൾ പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ടോറീസ് എന്ന് പറയുന്നത് മൊണാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പാർട്ടീസൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് വളർന്നു വരുന്നുണ്ട്. പിന്നീട് 1685 മുതൽ 1688 വരെ 3 വർഷമാണ് ജെയിംസ് രണ്ടാമനാണ് അവിടെ പിന്നീട് ഭരിച്ചിരുന്നത്. അപ്പം ജെയിംസ് രണ്ടാമൻ ഭരിച്ചപ്പം വീണ്ടും എന്താ ഒരു കത്തോലിസം അതുപോലെ തന്നെ മൊണാർക്കിനൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹം ശരിക്കും ഒരു കത്തോലിക് പെട്ട ആളല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കോൺ കത്തോലിക്സ് ആയിട്ടുള്ള വിഭാഗങ്ങളോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേറെ പ്രശ്നങ്ങൾക്ക് അപ്പം അതിനെതിർക്കുന്ന പ്രൊട്ടസ്റ്റൻസിനൊക്കെ അത് വളരെയധികം വിഷയങ്ങളായിട്ട്. പിന്നെ 1688 എന്താണ് ഗ്ലോറിയസ് റെവല്യൂഷൻ പറയുന്ന ഒരു റെവല്യൂഷൻ ഉണ്ടാവുകയും അത് എന്താണ് ജെയിംസ് രണ്ടാമൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാവുകയും ചെയ്തു. പിന്നെ അതിനുശേഷം 1688 എന്താണ് നമ്മുടെ മാരി എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള വില്യം, ഓറഞ്ചിലുള്ള ഡ്യൂക്കായിരുന്നു വില്യം. അപ്പം അവർ രണ്ടുപേരും കൂടെ ഹസ്ബൻഡ് വൈഫാണ്. അവർ രണ്ടുപേരും കൂടിയാണ് അവർ ഇംഗ്ലണ്ടിനെ ഭരിച്ചിരുന്നത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മേരി എന്ന് പറയുമ്പോൾ ജെയിംസ് രണ്ടാമൻ്റെ മകളാണ് കേട്ടോ മേരി എന്ന് പറയുന്നത്. സോ പിന്നീട് എന്താണ് അവരായിരുന്നു പിന്നെ ഒരു 1688 മുതൽ ഏകദേശം 1702 വരെ ആയിരുന്നു അവർ ഭരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ചാൾസ് രണ്ടാമന് ശേഷം ജെയിംസ് രണ്ടാമൻ വരുന്നു. പിന്നെ എന്താണ് വില്യം അതുപോലെ മേരി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭരിക്കുന്നു. അങ്ങനെ ആ ഒരു ഭരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ 1694 മേരി മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ വില്യം ഒറ്റക്കാണ് ഭരിക്കുന്നത്. പിന്നെ 1702 എന്താണ് ആ ഒരു ഭരണം അവിടെ കഴിഞ്ഞു. പിന്നെ ആൻ എന്ന് പറയുന്ന ക്വീൻ അഥവാ നമ്മുടെ ജെയിംസിൻ്റെ തന്നെ ഇളയ മകളായിട്ടുള്ള ആനാണ് പിന്നെ അവിടെ ഭരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാലഘട്ടം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ അപ്പോൾ ഈ ഒരു തിയേറ്റേഴ്സ് എന്താ പറയുന്നത്, ഈ തിയേറ്റേഴ്സ് എന്താണ് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ അതൊരു കൊമേഴ്ഷ്യൽ മേഖലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന തിയേറ്റേഴ്സ് എന്താണ് ഇത് പിന്നീട് എന്താണ് ഒരു വാണിജ്യ മേഖലയിലേക്ക് തിരിയുമ്പോൾ എന്താണ് ഒരുപാട് ആളുകൾക്ക് എന്താണ് അതിലൂടെ വരുമാനം കാര്യങ്ങൾ കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് എന്ത് മാറി ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്റേഴ്സ് മാറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു റൈറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബിഗ് പാർട്ടീനെ പാർലമെന്റേറിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന് പ്ലേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലോട്ട്സ് അദ്ദേഹത്തിൻ്റെ പ്ലേകളിലുണ്ടാവും. അതുപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൂടുതലായിട്ട് വിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് കോമഡി ആയിട്ടുള്ള ആ ഒരു സംഭവത്തിനൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാലും എന്താണ് നല്ല രീതിയിലുള്ള ആ ഒരു സൊസൈറ്റി അതിലൂടെ സാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുകളായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പറയുന്ന കാര്യം. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2 ദ വേ ഓഫ് ദ വേൾഡ് എ സമ്മറി എന്ന് പറയുന്ന യൂണിറ്റ്. ഇതിലാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്നത്. ഈ ഒരു പ്ലേനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഞാൻ ആദ്യമേ പറയാം, ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. നിങ്ങളൊരു കഥ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസമായിട്ട് തന്നെ ഈ ഒരു കഥ കേൾക്കാം. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സ്റ്റോറിയിലുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോൾ നമുക്ക് വിരലിൽ എണ്ണാവുന്നതിലപ്പുറം ക്യാരക്ടേഴ്സ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ആവും എന്ന് ഞാൻ പറയുന്നത്. സോ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ അവരുടെ ബന്ധങ്ങൾ തമ്മിൽ റിലേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നും. പിന്നെ ഒരു വട്ടം കേട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരും ഇതൊക്കെ ഓർത്ത് തന്നെ കേൾക്കുക. അപ്പം പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സ്റ്റോറി മനസ്സിലാവാതിരുന്നാൽ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഇത് പോവുക. അപ്പം ഈ ഒരു കഥ മനസ്സിലായിരിക്കൽ നിർബന്ധമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ മുഴുവൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 10 വട്ടം കേട്ടാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആയിട്ട് മാറി പോകില്ല. സോ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്റ്റോറി പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ 5 ആക്ട് ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഉള്ളടക്കം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആക്ട് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അരബെല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഈ അരബെല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ വിവാഹിതയാണ്. പക്ഷേ അവളുടെ വിവാഹത്തിന് ശേഷം അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോവാണ്. അപ്പം അവളിപ്പോൾ ഒരു വീടുമാണ്. അപ്പം ഹസ്ബൻഡ് മരിച്ചു പോയപ്പം ഹസ്ബൻഡിൻ്റെ സ്വത്തുകളും സമ്പാദ്യങ്ങളൊക്കെ ആരുടെ പേരിലായി, ഈ അരബെല്ലയുടെ പേരിലായി. അപ്പം ഒരുപാട് സ്വത്തുക്കളും ആസ്തികളും ഉള്ള ആളാണ് ആര്, ഈ അരബെല്ല എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി. അവളിപ്പം വിഡോ ആണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ മിറബൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് അവൾ ഇഷ്ടത്തിലാവാണ്. മിറബൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ട് അവൾ ഇഷ്ടത്തിലാവാണ്. ഈ മിറബലിൻ്റെ സ്വഭാവം പറയുമ്പം അദ്ദേഹമാണ് ഇതിൽ മെയിനായിട്ടുള്ള ഹീറോയിൻ കേട്ടോ. അപ്പം അദ്ദേഹമാണ് ഇതിൻ്റെ ഹീറോയിന്, ഈ ഒരു പ്ലേയുടെ ഹീറോയിൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പെണ്ണുങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള രൂപവും സ്വഭാവവും ബിഹേവിയറൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം ഏതൊരു പെണ്ണായാലും അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അറബല്ലയും അതുപോലെ തന്നെ മിറബല്ലുമായിട്ട് ആ ഒരു ഇഷ്ടത്തിലാവുകയാണ്. അങ്ങനെയൊക്കെ ഇഷ്ടത്തിലാവുകയാണെങ്കിലും അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഈ അരബല്ല ഒരുപാട് സ്വത്തുക്കൾക്ക് ഉടമയാണ്. അപ്പം മേ ബി അത് കണ്ടിട്ടായിരിക്കാം മിറബല് അരബല്ലയുടെ കൂടെ കൂടിയിട്ടുണ്ടാവുക.
പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മിറബൽ വിചാരിക്കുകയാണ് ഇപ്പം അവൾ ഓൾറെഡി ഒരു വിഡോ ആണ്. ഇനി ഈ ഒരു ബന്ധം തുടർന്ന് പോയാൽ ഇനി മക്കളുണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ഞാൻ അവളെ തന്നെ കെട്ടേണ്ടി വരും എന്നുള്ളത് ആർക്ക് മനസ്സിലായി? മിറബലിന് മനസ്സിലായി. അപ്പം മിറബലിന് മെല്ലെ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം അവൻ വിചാരിക്കണത് എങ്ങനെയെങ്കിലും അറബെല്ലനെ ആരെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, എങ്കിൽ മാത്രമേ തനിക്കൊരു ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും താൻ അവളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ള ബോധം മിറബലിന് ഉണ്ടാവുകയാണ്. സോ അങ്ങനെ മിറബൽ എന്താണ് മിസ്റ്റർ ഫൈനൽ എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് അറബെല്ലയുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഈ മിസ്റ്റർ ഫൈനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ എന്താണ് എന്താ പറയുക എനിമിയായിട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മിറബലിന് എനിമിയായിട്ട് വരുന്ന ആളാണ് ഈ മിസ്റ്റർ ഫൈനൽ എന്ന് പറയുന്ന ആൾ കേട്ടോ. അപ്പം അദ്ദേഹം ഒരു ആർത്തി മൂത്ത് ഭ്രാന്തായിട്ടുള്ള ഒരാളാണ്. അഥവാ ഈ സ്വത്തിനോടും സമ്പാദത്തിനോടും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ്. അതിനപ്പുറം ഒരു ലവിനോടോ ഒരു ഇമോഷനോടോ ഒന്നും അദ്ദേഹത്തിന് ഒരു ഒന്നുമില്ല. അദ്ദേഹം വെറും പണത്തെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയും മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു അറബലിനെ കല്യാണം കഴിക്കാൻ തന്നെ കാരണം എന്താണ്, അറബലക്ക് എന്താണ് അവളുടെ ഭർത്താവിൻ്റെ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതുകൊണ്ടാണ് ഫൈനൽ എന്താണ് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ലവ് കണക്ഷൻ അവിടെ ബ്രേക്ക് ആയിട്ടോ. ദെൻ പിന്നീട് എന്താണ് ഈ മിറബൽ എന്താണ് മിലമെന്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാവാണ്. മിലമെന്റ് എന്ന് പറയുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മിലമെന്റ് എന്ന് പറയുന്നത്. അപ്പം അവളായിട്ട് സ്നേഹത്തിലാണ്. ഈ മിലമെന്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മുടെ നേരത്തെ പറഞ്ഞ അറബല്ല എന്ന് പറയുന്ന നമ്മുടെ ഈ അറബല്ല എന്ന് പറയുമ്പോൾ പേര് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്നില്ല കേട്ടോ, മിസ്സിസ് ഫൈനൽ എന്നുള്ളതാണ് കൊടുക്കുക. അപ്പം ഫൈനലിന്റെ ഭാര്യയാണല്ലോ അറബല്ല. അപ്പം മിസ്സിസ് ഫൈനൽ എന്നുള്ള ഇതാണ് കൊടുക്കുന്നത്. അപ്പം മിസ്സിസ് ഫൈനൽ എന്ന് കേൾക്കുമ്പോൾ ഈ അറബല്ലയാണെന്നുള്ളത് ജസ്റ്റ് ചിന്തിച്ച് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ അറബല്ലയുടെ കസിനാണ് ആര്, മിലമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മിലമെന്റ് താമസിക്കുന്നത് അറബല്ലയുടെ അമ്മയായിട്ടുള്ള ലേഡി വിഷ്ഫോർട്ടിന്റെ വീട്ടിലാണ്. അപ്പം അറബല്ലയുടെ ആൻറ്റിയാണ് ആര്, ലേഡി വിഷ്ഫോർട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. ഏകദേശം ഒരു 50-55 വയസ്സ് തോന്നിക്കും ഈ ഒരു ലേഡി വിഷ്ഫോർട്ടിന് കേട്ടോ. അവൾക്ക് ഭർത്താവൊന്നുമില്ല. അപ്പം അങ്ങനെ അവരുടെ കൂടെയാണ് അവരുടെ താമസിക്കുന്നത്. പക്ഷേ ഈ മിലമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ആസ്തിയുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ. ഏകദേശം 12,000 പൗണ്ട് ആസ്തി ഉണ്ടാർക്ക് മിലമെന്റിന്. പക്ഷെ അതിന്റെ 6,000 പൗണ്ട് ആരാണ് കൈവശം വെച്ചിരിക്കുന്നത്? ഈ ലേഡി വിഷ്ഫോർട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ ലേഡി വിഷ്ഫോർട്ട് ആരെ കല്യാണം കഴിക്കാൻ പറയുന്നോ അവരെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമാണ് ഈ 6,000 കൂടെ അവർക്ക് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു വാദം എന്ന് പറയുമ്പോൾ. അപ്പം മിലമെന്റിന് എന്ത് മനസ്സിലായും, എങ്ങനെയെങ്കിലും ഈ ഒരു ലേഡി വിഷ്ഫോർട്ടിനെ സോപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ മിലമെന്റിനെയും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളും എല്ലാം തൻ്റെ കയ്യിൽ വരുള്ളൂ എന്നുള്ളത് ആർക്ക് മനസ്സിലായി? മിറബലിന് മനസ്സിലായി. അപ്പം അതിനുള്ള കാര്യങ്ങളാണ് പിന്നീട് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പം മിറബൽ എന്താണ് ലേഡി വിഷ്ഫോർട്ടിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അവൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മിലമെന്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ലേഡി വിഷ്ഫോർട്ട് വിചാരിച്ചെന്താണ്, തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് മിറബൽ വരുന്നത് എന്നുള്ളൊരു വെറുതെ ഒരു ചിന്ത അവരുടെയൊക്കെ മനസ്സിലേക്ക് വന്നു. കാരണം ആ ഒരു സ്വഭാവം അതുപോലെ തന്നെ ആ ഒരു ശൈലിയാണ് ആർക്കുണ്ടായിരുന്നത്, മിറബലിനുണ്ടായിരുന്നത്. അപ്പം എന്തായാലും തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? ലേഡി വിഷ്ഫോർട്ടിന് മനസ്സിലായി. വെറുതെ തെറ്റിദ്ധരിച്ചു. നമ്മുടെ മിറബൽ ശരിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പം അപ്പം അങ്ങനെ ലേഡി വിഷ്ഫോർട്ടിന് എന്താണ് അവനോടൊരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ അടുത്ത കഥാപാത്രത്തിൻ്റെ എൻട്രി വരുന്നത് മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. മിസ്സിസ് മാർവുഡ് എന്ന് പറയുമ്പോൾ ലേഡിയാണ്, മാർവുഡ് എന്ന് പറയുന്നതിൻ്റെ ഭാര്യയാണ് മിസ്സിസ് മാർവുഡ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഇവിടെ മിസ്സിസ് മാർവുഡ് എന്ന് മാത്രമേ വരുന്നുള്ളൂ, അവരുടെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. മിസ്സിസ് മാർവുഡ്. അപ്പം ഈ ഒരു മിസ്സിസ് മാർവുഡിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം കുത്തിരിപ്പിൻ്റെ ഒരാശാനായിട്ടാണ് ഇവിടെ ആൾ വരുന്നത്. അപ്പം ഇവിടെ ഒരാൾ പറയുന്നു, അത് അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നു, ഇപ്പുറത്ത് പോയി പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ആര്, മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പം ഈ മിസ്സിസ് മാർവുഡ് നമ്മുടെ ലേഡി വിഷ്ഫോർട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം അവർ തമ്മിൽ എന്താണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കും ഇതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മിസ്സിസ് മാർവുഡ് ആണ് ശരിക്കും ഈ മിലമെന്റും അതുപോലെ തന്നെ മിറബലും തമ്മിൽ ലവ് ആണ് അല്ലെങ്കിൽ പ്രണയം ഉണ്ടെന്നുള്ളത് കണ്ടെത്തുന്നത് ഈ മിസ്സിസ് മാർവുഡ് ആണ് കേട്ടോ. കാരണം അവളുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ വരും, മറ്റൊന്നെന്താണ് അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പം അങ്ങനെയാണ് അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാവുന്നത്? മിസ്സിസ് മാർവുഡിന് മനസ്സിലാവുന്നത്. അപ്പം അതുപോലെ തന്നെ ആരോട് പറയും? ലേഡി വിഷ്ഫോർട്ടിനോട് പറയും, നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല അവന് വരുന്നത്. അവൻ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്? മിലമെന്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്ക് ദേഷ്യം പിടിച്ചു? ലേഡി വിഷ്ഫോർട്ടിന് ഭയങ്കരമായിട്ട് ദേഷ്യം. കാരണം തന്നെ കാണാനാണ് വരുന്നത് വിചാരിച്ചത് അപ്പോഴാണ് മിലമെന്റിനെ കാണാനാണ് അവന് തൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പം അവർ വിചാരിക്കുകയാണ് ഒരിക്കലും മിലമെന്റിനെ മിറബലിനോട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പം എന്താണ് ആ 6,000ൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ. അപ്പോൾ ഒരിക്കലും 6,000 ആർക്ക് കിട്ടുമോ? മിറബലിന് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അപ്പം ഓൻ എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മുടെ ലേഡി വിഷ്ഫോർഡ് അവരുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള സർ വിൽഫുൾ എന്ന് പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട്. അവനും തന്നെ ഈ ഒരു മിലമെന്റിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിൽ പുറകിൽ നടക്കണം. ആ ഒരു കഥാപാത്രത്തിന് കെട്ടിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ആര് തീരുമാനിക്കുന്നത്? നമ്മുടെ ലേഡി വിഷ്ഫോർട്ട് ചിന്തിക്കുന്നത്. കാരണം എന്താണ്, അവന് ഭയങ്കര റിച്ചാണ്, അതുകൊണ്ട് അവനെ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ലേഡി വിഷ്ഫോർട്ട് ഇങ്ങനെ കണക്ക് കൂട്ടാണ്.
അപ്പം എന്ത് ചെയ്തു, മിറബലിൻ്റെ പ്ലാന് ഫുള്ള് പോയില്ലേ. അപ്പം അവന് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ ലേഡി ഷോട്ടിനെ കയ്യിലാക്കിയെങ്കിൽ മാത്രമാണ് തനിക്ക് 6000 പൗണ്ട് കിട്ടുള്ളൂ. അപ്പം എങ്ങനെയെങ്കിലും അതിനൊരു പ്ലാൻ ഉണ്ടാക്കി ആ ഒരു പ്ലാൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തൻ്റെ ഒരു പ്ലാൻ സക്സസ് ആക്കണം എന്നുള്ളത് മിറബൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ മിറബൽ എടുക്കുന്ന പ്ലാൻ എന്താ ചോദിച്ചാൽ, അവൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്വെൽ എന്ന് പറയുന്ന ആളെ കൊണ്ട് ഒരു പണക്കാരൻ്റെ വേഷം കെട്ടിച്ച് ലേഡി വിഷ്ഫോർട്ടിനെ എന്താണ് കയ്യിലാക്കുക. അഥവാ ലേഡി വിഷ്ഫോർട്ടും അതുപോലെ തന്നെ തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്വെല്ലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ബന്ധങ്ങളൊക്കെ ആക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ആയിട്ട് ലാസ്റ്റ് കല്യാണത്തിൻ്റെ ആ സമയം ആകുമ്പോൾ ആര് വരും, ഈ മിറബെല്ല് വരും. എന്നിട്ട് പറയും ഇതൊരു സെർവൻ്റ് ആണ്, ശരിക്കും ആരല്ല, റോളണ്ട് എന്ന് പറയുന്ന ആളല്ല, റിച്ച് ആയിട്ടുള്ള ആളല്ല, നിങ്ങളെ പറ്റിക്കായിരുന്നു എന്നുള്ള പേരിൽ അവൻ വന്ന് ഇതെന്താണ് അവൻ്റെ മുഖംമൂടി വലിച്ച് കീറിയിട്ട് എന്താണ് ആളുകളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആരുടെ തീരുമാനം, മിറബെല്ലിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം അവനെന്താണ് ആ ഒരു പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്താണ് അവൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്വെല്ലിനെ കൊണ്ട് എന്താണ് ഒരു പണക്കാരൻ്റെ വേഷം കെട്ടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ലേഡി വിഷ്ഫോർട്ടിൻ്റെ കൊണ്ട് മാരേജ് കഴിപ്പിക്കാൻ വേണ്ടി. പക്ഷേ മാരേജ് കഴിപ്പിക്കാൻ പറ്റുമോ? മാരേജ് കഴിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ സെർവൻറ്റിനെ മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ലേഡി വിഷ്ഫോർട്ടിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ആർക്ക് പോകും, ഈ ഒരു സെർവൻറ്റിന് പോകും. അപ്പം അത് ചെയ്യാൻ പാടില്ല എന്തായാലും. അപ്പം അതിനു മുമ്പ് നമ്മുടെ ഈ മിറബെൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലാനിങ്ങിൽ ഭയങ്കര വിദഗ്ധനാണ് കേട്ടോ. കാരണം ഒരു കാര്യം അത് നടക്കും എന്ന് സാധ്യത ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്ലാൻ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു സെർവൻറ്റ് അങ്ങാനും ലേഡി വിഷ്ഫോർട്ടിനെ കല്യാണം കഴിക്കുമെന്ന് പേടിച്ച് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെർവൻറ്റിന് എന്താണ് ലേഡി വിഷ്ഫോർട്ടിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഫോയിബിൾ എന്ന സ്ത്രീയുമായിട്ട് ആദ്യം ആരെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്, ഈ വെയ്റ്റ്വെല്ലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അത് നിയമപരമായിട്ട് കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പം ഇനി അഥവാ താൻ എന്താണ് ലേഡി വിഷ്ഫോർട്ടായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയാലും അഥവാ കല്യാണം കഴിച്ചാലും ലീഗലി എന്താണ് ആ സ്വത്തുക്കളൊന്നും അവർക്ക് സെർവൻറ്റിന് കിട്ടൂല എന്നുള്ളത് അവനെ ഉറപ്പിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഒരു സെർവൻറ്റിനെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ച ശേഷമാണ് ഈ ലേഡി വിഷ്ഫോർട്ടിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് അവൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, അതാണ് അവൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഫൈനലും അതുപോലെ തന്നെ മിറബെല്ലും തമ്മിൽ കാർഡ് ഗെയിം കളിക്കുകയാണ്. ആ ഒരു കാർഡ് ഗെയിമിൽ മിറബെല്ലിനെ ഫൈനൽ തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ രണ്ടാളും രണ്ട് ചിന്തയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ മിറബെല്ല് വെയിറ്റ് ചെയ്യുന്നതാണ് ഫോയിബിളും അതുപോലെ തന്നെ വെയ്റ്റ്വെല്ലും തമ്മിൽ വിവാഹം കഴിച്ചു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ആരെ, മിറബെല്ല്. പക്ഷേ ആ ഒരു അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫൈനൽ വിചാരിക്കുന്നതാണ് തൻ്റെ ഭാര്യയുടെ ആദ്യ കാമുകനാണ് ഈ മിറബെല്ല് എന്നുള്ള ഡൗട്ട് ആർക്കുണ്ട്, ഈ ഫൈനലിനുണ്ട്. തൻ്റെ ഭാര്യൻ്റെ ആണല്ലോ ശരിക്കും അറബെല്ലയുടെ ആദ്യ കാമുകനാണല്ലോ നമ്മുടെ ഈ മിറബെല്ല്. സോ ആ ഒരു ഡൗട്ട് ആർക്ക് വരികയാണ്, ഫൈനലിൽ വരികയാണ്. അപ്പം ഈ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഫൈനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈനലിൽ മറ്റൊരു ലവ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി അറബെല്ലയുടെ ഭർത്താവാണ് ഫൈനൽ എങ്കിൽ പോലും ഫൈനലിൽ മറ്റൊരു ലവ് ഉണ്ട്. ഈ ഒരു അവൻ്റെ ലവ് എന്ന് പറയുന്നത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ സുഹൃത്തായിട്ടുള്ള നേരത്തെ പറഞ്ഞ മിസ്സിസ് മാർവൂട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അപ്പോൾ അവരെയാണ് ശരിക്കും ആര് സ്നേഹിക്കുന്നത്, ഫൈനൽ സ്നേഹിക്കുന്നുള്ളത്. മനസ്സിലായല്ലോ. ഈ ഫൈനലിൽ മറ്റൊരു കാമുകയുണ്ട്. അതാരാണ്, ലേഡി വിഷ്ഫോർട്ടിൻ്റെ സുഹൃത്തായിട്ടുള്ള മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്ന ആ സ്ത്രീയുമായിട്ടാണ് ആർക്ക് കണക്ഷൻ ഉള്ളത്, ഫൈനലിന് കണക്ഷൻ ഉള്ളത്. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈവറ്റ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോയിബിളും നമ്മുടെ ലേഡി വിഷ്ഫോർട്ടിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഫോയിബിളും അതുപോലെ തന്നെ അറബെല്ലയും തമ്മിൽ സംസാരിക്കുക. ഈ അറബെല്ല എന്ന് പറയുമ്പം മിസ്സിസ് ഫൈനലാണ് കേട്ടോ, മിസ്സിസ് ഫൈനലിൻ്റെ ഭാര്യയാണല്ലോ അറബെല്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഫുള്ള് മിസ്സിസ് ഫൈനൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം സോ അത് അറബെല്ലയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നീട് ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫോയിബിളും അറബെല്ലയും തമ്മിൽ സംസാരിക്കുകയാണ്. ഫോയിബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡി വിഷ്ഫോർട്ടിൻ്റെ സെർവൻ്റാണ് ഫോയിബിൾ. അതുപോലെ തന്നെ അറബെല്ലയും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ആര് കേൾക്കാണ്, മിസ്സിസ് മാർവുഡ് കേൾക്കാണ്. ഈ മിസ്സിസ് മാർവുഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്, എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും അത് അവിടെ പോയി പറഞ്ഞു കൊടുക്കുകയും ഇവിടെ പോയി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ മിസ്സിസ് മാർവുഡ് എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ്. അപ്പം അവർ ഇതൊക്കെ കേൾക്കാണ്. അപ്പം ഇവരെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ മിറബെല്ലിൻ്റെ പ്ലാനിനെ കുറിച്ചിട്ട് പറയുകയാണ്. നമ്മുടെ എന്താ പറയുക, വെയ്റ്റ്വെല്ലിനെ കുറിച്ചിട്ട് വെയ്റ്റ്വെല്ലിന് എന്താണ് റിച്ച് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റും, അങ്ങനെ എന്താണ് റോളണ്ട് എന്നുള്ള പേരാക്കി മാറ്റും, അങ്ങനെ ലേഡി വിഷ്ഫോർട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, ഓൾറെഡി ആദ്യം അറബെല്ലയും അതുപോലെ തന്നെ മിറബെല്ലും തമ്മിൽ ആ ഒരു ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവൾ കൺഫേം ചെയ്യുകയാണെന്ത്, ഈ അറബെല്ലയും അതുപോലെ തന്നെ മിറബെല്ലും പണ്ട് ലവേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം അവൾ തീർച്ചയായിട്ടും അവളത് മനസ്സിലാക്കുകയും അവൾ അതുപോലെ തന്നെ ആരോട് പറഞ്ഞു കൊടുക്കും, അവളുടെ ചാരനായിട്ടുള്ള ഫൈനലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഫൈനലി ഈ ഒരു കാര്യങ്ങളൊക്കെ പാടെ കേൾക്കുമ്പോൾ തൻ്റെ ഭാര്യ എന്താണ് ആദ്യം മറ്റൊരാളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്.
ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഫൈനൽ എന്താ ചിന്തിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് തനിക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് ആര് ചിന്തിക്കുന്നത്, ഈ ഫൈനൽ ചിന്തിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്താണ് എന്തിനും വേണ്ടിയിട്ടും പണത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിക്കാത്ത ആൾക്കാരാണ്. സ്വന്തം ഭാര്യൻ്റെ അവിഹിതമാണ് പുറത്ത് പറഞ്ഞ് നാറ്റിക്കും എന്നുള്ള രീതിയിൽ പറയുന്നതിന് പകരം തനിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ, ആ ഒരു വാർത്തയിൽ നിന്ന് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെ എന്താണ് അവന് നേരെ ആരെടുത്ത് പോവാണ്, ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആര് ഫൈനൽ നേരെ ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് തന്നെ ആദ്യം അവിടുന്ന് ചെയ്യുന്ന കാര്യം നമ്മുടെ റോളണ്ടിൻ്റെ മുഖംമൂടി വലിച്ചു കയറാണ്. അപ്പം അത് അവനൊരു സർവൻ്റാണ്, എന്താണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് റിച്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നിൻ്റെ ഇഷ്ടം പറ്റി നിൻ്റെ സ്വത്തുക്കളൊക്കെ വാങ്ങാനുള്ള അറബലിൻ്റെ പ്ലാൻ ആയിരുന്നു ഇത്, അല്ല സോറി മിറബലിൻ്റെ പ്ലാൻ ആയിരുന്നു ഇത് എന്നുള്ള കാര്യം നമ്മുടെ ഫൈനൽ ആരോട് പറയാണ്, ലേഡി വിഷ്ഫോർഡിനോട് പറയാണ്. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, നിങ്ങളുടെ മകളായിട്ടുള്ള അഥവാ അറബല്ല, എൻ്റെ ഭാര്യയായിട്ടുള്ള അറബല്ല പണ്ട് ആദ്യം മിറബലിൻ്റെ ലവറായിരുന്നു എന്നുള്ളത് തൻ്റെ അമ്മായിമ്മയോട് പറയണം. അഥവാ അവരുടെ മകള് തൻ്റെ ഭാര്യയായിട്ടുള്ള അവരുടെ മകൾ എന്താണ് ആദ്യം അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം തൻ്റെ അമ്മായിമ്മയായിട്ടുള്ള ലേഡി വിഷ്ഫോർഡിനോട് ഫൈനൽ പറയാണ്. എന്നിട്ട് പറയാണ്, ഞാനിത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, ഞാനിത് നാട്ടിലെങ്ങും പാട്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാനിതാകെ ലീക്ക് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലേഡി വിഷ്ഫോർഡിനെ ബ്ലാക്ക് മെയിൽ ചെയ്യിക്കുകയാണ്. ആര്, ഈ ഫൈനൽ എന്ന് പറയുന്നത് സ്വന്തം മരുമകനാണ്. മരുമകൻ എന്താണ് അമ്മായിമനെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ വേറെ പറയുന്നൊരു ഡിമാൻഡാണ്, നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. ലേഡി വിഷ്ഫോർഡിനോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മറ്റൊരു കല്യാണം കഴിക്കാൻ പാടില്ലെന്നും എന്താണ് തൻ്റെ മകളുടെ ഈ അവിഹിതം ഞാൻ പുറത്ത് പറഞ്ഞ് നാറ്റിക്കുമെന്നും അല്ലെങ്കിൽ എന്താണ് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് എഴുതി തരണം എന്നുള്ളതും മിസ്റ്റർ ഫൈനൽ അവിടെ പറയുകയാണെന്നുള്ളതാണ്. ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മുടെ മിറബെൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത്. അങ്ങോട്ടേക്ക് എന്താണ് രണ്ട് സർവൻറ്റിനെ കൊണ്ടാണ് ആര് വരുന്നത്, മിറബെൽ വരുന്നത്. എന്നിട്ട് പറയാണ്, മിസ്സസ് മാർവുഡും അതുപോലെ തന്നെ മിസ്റ്റർ ഫൈനലും തമ്മിൽ എന്താണ് പ്രണയത്തിലാണെന്നുള്ളത് ഈ ഒരു സർവൻറ്റ്, കാരണം ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സർവൻസിനാണ് കൂടുതലായിട്ട് രഹസ്യങ്ങളൊക്കെ അറിയുക, കാരണം അവരാണ് എല്ലാം അറിയാം. അപ്പം ഈ ഒരു സർവൻറ്റ് മുഖാന്തരം എന്താണ് അതെല്ലാവരുടെ മുന്നിൽ പറയുകയാണ്, മിസ്സസ് മാർവലാണ് മിസ്സസ് ഫൈനൽ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെന്നും അപ്പം അങ്ങനത്തെ അവർ തമ്മിൽ എന്താണ് അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്നും ആളുകളുടെ ഇടയിൽ പബ്ലിക്കായിട്ട് ആര് പറയാണ്, മിറബെൽ പറയുകയാണെന്നുള്ളത്. അപ്പം അത് കേട്ടിട്ടും പക്ഷേ ഫൈനൽ എന്ത് ചെയ്തിട്ടില്ല, അതിനൊക്കെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും അത് തൻ്റെ തെറ്റായിട്ടും അത് അംഗീകരിച്ചും ഒന്നും നിൽക്കുന്നില്ല, അതിനെ നിഷേധിച്ച് അതൊന്നും ഒരു പ്രശ്നമാവാത്ത രീതിയിലാണ് നമ്മുടെ ഫൈനൽ അവിടെ പെരുമാറുന്നത് എന്നുള്ളത്. അപ്പം അവസാനം ലേഡി വിഷ്ഫോർഡ് എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരവസ്ഥ, കാരണം തൻ്റെ മാനം പോകുന്നൊരു ഇതാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള പണക്കാരൊക്കെ എന്ന് പറയുമ്പം എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ ചെയ്താലും അത് മറ്റുള്ളവർ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ആർക്കുണ്ടായിരുന്നു, ആ ഒരു കാലഘട്ടത്തിലുള്ള പണക്കാർക്കുണ്ടായിരുന്നു. അപ്പം അത് ഏറ്റവും വലിയൊരു മാനക്കേടായിട്ട് അവർക്ക് മാറും എന്നുള്ളതാണ്. അപ്പം ഇത് നാലാൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പം അതിനെതിരെ തനിക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരി പോരാൻ പറ്റും എന്നുള്ളതാണ് ലേഡി വിഷ്ഫോർഡ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പം അവരാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ എന്താണ് മിറബലിനോട് പറയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളത് മിറബലിനോട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ മിറബൽ പറയുന്നത് എന്താണ്, മിറബെല് നമ്മുടെ ഫൈനലിനോട് പറയാണ്, അവസാനത്തെ ആ ഒരു രംഗമാണ്. മിറബെല് നമ്മളെ ഫൈനലിനോട് പറയാണ്, ഞാൻ കല്യാണം അഥവാ ഞാൻ സ്നേഹിച്ചിരുന്ന അറബെല്ലയാണല്ലോ നീ ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ളത്. ഞാനും അവരും തമ്മിൽ പ്രണയത്തിലായിരുന്നപ്പം അവരുടെ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ മുഴുവനും കൈവശം വെക്കാനുള്ള അവകാശം അത് കൺട്രോൾ ചെയ്യാനുള്ള അവകാശം അവളെ എനിക്കാണ് തന്നിട്ടുള്ളത്. അവൾക്ക് ഒരിക്കലും നിന്നെ വിശ്വാസമില്ലായിരുന്നു, നീ ഒരു മുഴുത്ത ഒരു എന്താണ് ഗ്രീഡി ആർത്തിയുള്ളവനാണെന്ന് അവൾക്ക് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്താണ് അവളുടെ സ്വത്തുക്കളുടെ അവകാശം മുഴുവനും എനിക്കാണ് തന്നിട്ടുള്ളത്. അപ്പം ഇനി അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക എന്നുള്ളത് ആണ് ആര് പറയുന്നത്, മിറബെൽ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഫൈനലിൽ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ തൻ്റെ ഭാര്യൻ്റെ സ്വത്തുക്കൾ ഏതായാലും തനിക്കുണ്ട്, തൻ്റെ അമ്മായിമ്മയുടെ സ്വത്തുക്കളും കൂടെ തനിക്ക് കിട്ടണം എന്നുള്ളതാണ് ആര് ചിന്തിക്കുന്നത്, ഫൈനൽ ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു രഹസ്യം ആര് പറയുന്നത്, മിറബെൽ പറയാണ്, തൻ്റെ ആദ്യ കാമുകിയായിരുന്ന അറബെല്ലയുടെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളൊക്കെ തൻ്റെ കൈവശമാണെന്നും അപ്പം അത് താൻ ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഇനി താനാണ് തീരുമാനിക്കുക എന്നുള്ളപ്പം സ്വന്തം ഭാര്യയുടെ സ്വത്തുക്കൾ പോലും ആർക്കില്ല ഇനി ഫൈനലിൽ ഇല്ല എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി, അവിടെ ഫൈനലിന് മനസ്സിലാവാണ്. അപ്പം അതോടുകൂടെ എന്താണ് ഫൈനലും എല്ലാം നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുകയാണ്. അങ്ങനെ ലേഡി വിഷ്ഫോർഡിന് എന്താണ് സമാധാനമായി, എന്തായി ആ ഒരു മാനക്കേടിൽ നിന്ന് രക്ഷിച്ചല്ലോ. ആരെ രക്ഷിച്ചത്, മിറബെല്ലാണ് വന്ന് രക്ഷിച്ചത്. സോ അതുകൊണ്ട് തന്നെ മിറബെല്ലും അതുപോലെ തന്നെ മിലമൻറ്റും തമ്മിലുള്ള ഒരു കല്യാണത്തിന് അവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേഡി എന്താണ് തൻ്റെ സർവൻസിനൊക്കെ മാപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ളൊരു ഫൈനായിട്ടുള്ളൊരു എൻഡിങ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന
അവിഹിതമായിട്ടുള്ള പല ബന്ധങ്ങളും, അതുപോലെ തന്നെ പണക്കാർക്ക് എന്തും ആവാം എന്നുള്ള ഒരിതും, അതുപോലെ സ്വത്തും പണവും മോഹിച്ചിട്ടുള്ള മാത്രമുള്ള ഒരു ബന്ധങ്ങളുടെ ആ ഒരു നിലനിൽപ്പും, അതിനൊക്കെയാണ് കൂടുതലായിട്ടും രൂക്ഷമായിട്ട് നമ്മുടെ പ്ലേ റൈറ്റർ എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് അതിലൂടെ പറയുന്നത്. അപ്പം അവസാനം ഈ എങ്ങനെയൊക്കെ പറഞ്ഞാലും മിറബലിന് എന്താണ്, നമ്മുടെ മിലമനോടുള്ള ഒരു സ്നേഹം സത്യമായിരുന്നു. അപ്പോൾ സത്യം അവസാനം ജയിച്ചു എന്നുള്ളതാണ് അവസാനം ഇവിടെ പറഞ്ഞു വെക്കുക. അപ്പം അതിനിടയിൽ വന്ന പല ചതികളും ചീറ്റിങ്ങുകളും ഒക്കെ ചീറ്റിപ്പോയെങ്കിലും അവസാനം അവരുടെ സ്നേഹം ജയിച്ചു എന്നുള്ള രീതിയിലാണ് അവസാനം ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. അപ്പം ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ നമ്മുടെ നിലമനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അവരൊക്കെ പല പ്രത്യേകത, ഇപ്പം ഒരുപാട് ആൾക്കാർ കള്ള് കുടിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒരു തമാശ ഭാഗം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം അദ്ദേഹം ഒരുപാട് കോമഡീസും കാര്യങ്ങളും ആ രീതിയിലാണ് അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് നല്ല കോമഡി ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാൽ അവസാനം അത് നല്ലൊരു മെസ്സേജും കൂടെ കൈമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ ഒരു നമ്മുടെ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്കൊരു യൂണിറ്റ് അവസാനിപ്പിക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ സമറിലോട്ട് പോകാം. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോൺഗ്രീവ് എന്ന് പറയുന്ന അദ്ദേഹം എന്താണ്, ആ റെസ്റ്റോറേഷൻ പീരീഡിൽ ഈ ഒരു കോമഡി ആണ് കൂടുതലായിട്ട് പ്രതിനിധീകരിച്ച് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലവ്, മണി, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, ഈ ഒരു 3 പദങ്ങൾ തമ്മിലുള്ള ഒരു ലിങ്കേജ്, മാരേജും ആയിട്ടുള്ള ഒരു ലിങ്കേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ ലവ് എന്നതിനപ്പുറം മണി, മാരേജ്, അതുപോലെ തന്നെ ക്ലവർ ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാം, അവരിൽ നിന്ന് എത്രത്തോളം സ്വത്തുക്കൾ വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആളുകൾ കൂടുതലായിട്ടും ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ് കൂടുതലായിട്ടും അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, പീപ്പിൾ ഷുഡ് ബി ബാലൻസ്ഡ്, കൺട്രോൾ ഇമോഷണൽ ആൻഡ് ടു ഗ്രേഡ്. നമ്മൾ ആളുകൾ എന്താണ് ഇമോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അത്ര എന്താണ് അത്യാഗ്രഹം ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ കോൺഗ്രീവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ആക്ട് 1 പോവാം. ഇവിടെ ആദ്യം മിറബലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സ്മാർട്ടാണ്. അതുപോലെ തന്നെ മിലവനോടുള്ള ഒരു പ്രണയത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലേഡി വിഷ്ഫോർഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിലാണല്ലോ മിലവൻ ഉള്ളത്. ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആൻറ്റിയാണ് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൺട്രോൾ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ഹൗസിലാണ്. അപ്പം ഒരുപാട് ഫാഷനായിട്ടുള്ള ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ചോക്ലേറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അവിടെയാണ് മിറബലും അതുപോലെ തന്നെ ഫൈനലും തമ്മിൽ എന്താണ് ഒരു കാർഡ് ഗെയിം കളിക്കുകയാണ്. അപ്പം അതിൽ മിറബലിനെ ഫൈനലിൽ തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവർ തമ്മിൽ എന്താണ് രണ്ടാളും രണ്ട് രീതിയിലുള്ള ചിന്തകളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം ആ ഒരു സമയത്ത് തന്നെ ലേഡി വിഷ്ഫോർഡ് എന്താണ് ഒരിക്കലും മിറബലിനെ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂല എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പം അതിന് റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം എന്താണ്, തന്നെയാണ് പ്രേമിക്കുന്നത് എന്നുള്ളത് വെറുതെ ലേഡി വിഷ്ഫോർഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. പക്ഷേ പിന്നീടാണ് മിസ്സസ് മാർഗോട്ട് എന്ന് പറയുന്നത് നിന്നെയല്ല പ്രേമിക്കുന്നത്, നിലമെന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്, അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള സത്യം അവൾ ലേഡി വിഷ്ഫോർഡിന് പറയുന്നത് കൂടെ എന്താണ്, അവൾ തീരുമാനിക്കണം ഒരിക്കലും ഇനി നിലമെന്റിനെ കല്യാണം കഴിപ്പിച്ച് അവന് കൊടുക്കുകയില്ല എന്നുള്ളത് കാര്യം അവന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ വേറെ 2-3 ക്യാരക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. വിറ്റ്വുഡ് അതുപോലെ തന്നെ പെറ്റുലൻ്റ് എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സും ഒരു ഫാഷനായിട്ടുള്ള ആളുകളാണ് ഈ 2 ആൾക്കാരും. വിറ്റ്വുഡ് അതുപോലെ തന്നെ പെറ്റുലൻ്റ് എന്ന് പറയുന്ന ആൾക്കാർ, ഈ 2 ആൾക്കാരും മിലമിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എന്താണ് അവളുടെ പുറകെ നടക്കുന്ന ആളുകളാണ് ഈ വിറ്റ്വുഡ് അതുപോലെ തന്നെ പെറ്റുലൻ്റ് എന്ന് പറയുന്ന ഈ 2 ആൾക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരാളാണ് സർ വിൽഫുൾ എന്ന് പറയുന്ന ഒരാൾ. അപ്പം അവരെന്താണ് ഈ ലേഡി വിഷ്ഫോർഡിൻ്റെ ഒരു റിലേറ്റീവ് ആണ് കേട്ടോ. ഒരു എക്സാക്റ്റ് ഒരു കൺട്രി മാനാണ് അദ്ദേഹം. ഒരു സർ വിൽഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം വെറുതെ എങ്കിലും ലേഡി വിഷ്ഫോർഡ് ചിന്തിക്കുന്നത് ഈ സർ വിൽഫുളിനെ കൊണ്ട് തൻ്റെ മിലമെന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലേഡി വിഷ്ഫോർഡ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മിറബെല്ലും അതുപോലെ തന്നെ ഫൈനലും തമ്മിൽ എന്താണ് എനിമീസ് പോലെയാണല്ലേ. അപ്പം ഈ മിറബെൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബുദ്ധിമാനായിട്ടുള്ള ക്യാരക്ടറാണ്. അദ്ദേഹം പ്ലാനിങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പ്ലാനിങ്ങും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. അപ്പം ഒരു പ്ലാനിങ് പൊട്ടി കഴിഞ്ഞാലും അടുത്ത പ്ലാനിങ് എന്താക്കണം എന്നുള്ളതും ചിന്തിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും നമ്മുടെ മിറബെല്ലിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു 1ാമത്തെ ആക്ടിൽ ഇങ്ങനെ പറയുന്നത്. ഞാൻ 2ാമത്തെ ആക്ടിൽ പറയുന്നത് ഈ ഒരു കഥയുടെ സ്റ്റോറി എവിടേക്ക് പോവുകയാണ്, ജെയിംസ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് ഈ ഒരു കഥ പോവുകയാണ്. ഇവിടെ എന്താണ് മിസ്സസ് ഫൈനലും അതുപോലെ തന്നെ മിസ്സസ് മാർവോട്ടും. മിസ്സസ് ഫൈനൽ പറയുമ്പോൾ അരബെല്ല അതുപോലെ തന്നെ മിസ്സസ് മാർവോട്ടും തമ്മിൽ സംസാരിക്കുകയാണ്. അവരെന്താണ് പല കാര്യങ്ങളും സംസാരിക്കാം. അവരെന്താണ് പുരുഷന്മാരെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിലൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിലെന്താ വെച്ചാൽ ഈ മിസ്സസ് ഫൈനൽ വിചാരിക്കുകയാണ്
എന്താണ് ഈ മാറൂട്ടിന് മിറബലിനോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ള രീതിയിൽ രണ്ടാളും നല്ല സൗഹൃദത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും പക്ഷെ ഉള്ളുകൊണ്ട് രണ്ടുപേരും ഉള്ളുകൊണ്ട് അത്ര തന്നെ വിശ്വാസം ഇല്ലാത്തവരായിട്ടാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പം മിസ്സസ് ഫൈനൽ വിചാരിക്കുകയാണെന്ത് മിസ്സസ് മാർവോട്ടും അതുപോലെ തന്നെ മിറബലും തമ്മിൽ എന്തൊക്കെയോ ഒരു അവർ തമ്മിൽ എന്തെങ്കിലും സ്നേഹം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ശരിക്കും അവൾ അവളുടെ പഴയ കാമുകനായിട്ടും അവളായിട്ടും ബന്ധമുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിലും ശരിക്കും റിയൽ ലവേഴ്സ് ആരാണ്? അവളുടെ സ്വന്തം ഭർത്താവും ഈ മിസ്സസ് മാർവോട്ടും തമ്മിലാണ് ലവേഴ്സ്. അപ്പം അത് അവൾ അറിയുന്നില്ല. അപ്പം അങ്ങനെയാണ് അവർ തമ്മിൽ ചിന്തിക്കുന്നതും ശരിക്കും യാഥാർത്ഥ്യം അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ആക്റ്റിൽ പറയുന്നത്. പിന്നീട് എന്താണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മിറബലിൻ്റെ ആ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വെയിറ്റ്വെല്ലിനെ എന്താണ് ഒരു പണക്കാരനാക്കി എന്താണ് നാടകം കളിച്ച് എന്താണ് തനിക്ക് നല്ല പിള്ള ചമയാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ആക്റ്റിൽ മുഴുവനായിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും വിഷ്ഫോർഡിനെ തൻ്റെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ഫോർഡിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഫോയബിളിനെ കൊണ്ട് തൻ്റെ സെർവൻറ്റിനെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതാണ് ഈ ഒരു രണ്ടാമത്തെ ആക്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആക്റ്റിലാണ് നമ്മുടെ നായികയായിട്ടുള്ള മിലമൻ്റെ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. മിലമനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു രണ്ടാമത്തെ ആക്റ്റിലാണ്. അവളൊരു ബുദ്ധിയുള്ളവളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് എന്താണ് മിറബലിനോട് ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ അത് അവൾ തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരു കപടൻ സ്വഭാവമുള്ള ഒരാളാണ് ഈ ഫൈനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരിക്കും ഒരു ലവ് ചെറിയ രീതിയിലെങ്കിലും അവശേഷിക്കുന്നത് നമ്മുടെ മിലമൻറ്റും അതുപോലെ തന്നെ മിറബലും തമ്മിൽ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ലവ് ഉള്ളത്. മറ്റുള്ളതൊക്കെ എന്താണ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ ആക്റ്റിൽ ത്രൂ ഔട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ആക്റ്റിലാണ് ശരിക്കും ലേഡി വിഷ്ഫോർഡിനെ കുറച്ചും കൂടെ എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അവളെ കുറിച്ചിട്ടാണ് കൂടുതൽ ഇതിൽ പറയുന്നത്. അവളെന്താണ് കൂടുതലായിട്ടും പ്രായം മറക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് കുടിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു അഹങ്കാരിയായിട്ടുള്ള രീതിയിലാണ് ലേഡി വിഷ്ഫോർഡിനെ ഇതിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ മിസ്സസ് ഫൈനലും അതുപോലെ തന്നെ ഫോയബിളും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ മിസ്സസ് മാർവോട്ട് അത് കേൾക്കുകയാണ്. മിസ്സസ് ഫൈനലും അതുപോലെ തന്നെ ഫോയബിളും സംസാരിക്കുന്നത് നമ്മുടെ മിസ്സസ് മാർവോട്ട് കേൾക്കുകയാണ്. അപ്പം അവർ എന്താണ് നമ്മുടെ മിറബലിൻ്റെ ആ പ്ലാനിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിസ്സസ് ഫോയബിളും അതുപോലെ മിറബലും തമ്മിൽ പഴയ കാമുകന്മാരായിരുന്നുള്ളതുള്ള ആ ഒരു സത്യം അവർ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ മിസ്സസ് മാർവോട്ട് കേൾക്കുകയാണ്. അത് അതുപോലെ തന്നെ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? മിസ്റ്റർ ഫൈനലിന് അത് പറഞ്ഞു കൊടുക്കുകയാണെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂന്നാമത്തെ ആക്റ്റിൽ പറയുന്നത്. ഇവിടെ വേറൊരു കോമഡി സീന് പറയുന്നുണ്ട്. നമ്മുടെ വിറ്റ്വുഡ് അതുപോലെ തന്നെ പെറ്റുലൻ്റ് എന്ന് പറയുന്ന ഇവർ അതുപോലെ തന്നെ സർ വിൽഫുൾ എന്ന് പറയുന്ന ഈ 3 ക്യാരക്ടേഴ്സും അവരെത്തുന്നുണ്ട്. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിലമന് ഞാൻ കല്യാണം കഴിക്കും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ എന്താണ് അടിയാണ്. ഒരു ഫാഷനബിൾ ആയിട്ടുള്ള സൊസൈറ്റിയും അതുപോലെ തന്നെ ഒരു കൺട്രി സൈഡിലുള്ള ഒരു മാനും ആയിട്ടുള്ളൊരു അടി എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ഫൈനലിനോട് മിസ്സസ് മാർവോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഈ സത്യങ്ങളൊക്കെ എന്താണ്. അപ്പം ഫൈനലിൽ താൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഒരു പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലേഡി വിഷ്ഫോർഡിനെ എങ്ങനെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ മിലമൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തനിക്ക് കൈവശം വെക്കണം എന്നുള്ളത് ഫൈനലിൽ ചിന്തിക്കുകയാണ്. ഇത് നാലാമത്തെ ആക്റ്റിൽ പറയുന്നത് ഇതിൽ സർ റോളണ്ടിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആര്? ലേഡി വിഷ്ഫോർഡ്. അവർ തമ്മിൽ ചെറിയൊരു അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവനെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാലാമത്തെ ആക്റ്റിൽ ലേഡി വിഷ്ഫോർഡിനെ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ സർ വിൽഫുൾ എന്ന് പറയുന്ന അയാളെന്താണ് മദ്യപിച്ചെത്തിയെന്ന് മിലമൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ മിലമൻ എന്താണ് അത് റെഫ്യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇത് നാലാമത്തെ ആക്റ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊവിസോസി എന്ന് പറയുന്നുണ്ട്. മിലമനും അതുപോലെ തന്നെ മിറബലും തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ വിവാഹത്തിനെ കുറിച്ചിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ താൻ വിവാഹം കഴിഞ്ഞാലും തനിക്ക് സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ ഈ ഒരു നല്ല രീതിയിലുള്ള ബന്ധം തന്നെ മുന്നോട്ട് പോകണം, ഈ ഒരു നല്ല രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവളെന്താണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ അവളുടെ എന്താണ് കാര്യങ്ങളൊക്കെ ആരായിട്ട് പറയാണ്? മിറബലായിട്ട് പറയണം. അപ്പം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു നല്ല രീതിയിലുള്ള ഒരു പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ രണ്ടുപേരും എടുക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു നാലാമത്തെ ആക്ടിൻ്റെ അവസാനം നമ്മുടെ സർ റോളണ്ട് എന്താണ് വെയിറ്റ്വെൽ നമ്മുടെ ലേഡീനെ കാണാൻ വേണ്ടിയിട്ട് ലേഡി വിഷ്ഫോർഡിനെ കാണാൻ വേണ്ടിയിട്ട് എത്തണം. അതോടുകൂടിയാണ് നാലാമത്തെ ഒരു ആക്ട് എൻഡ് ആവുന്നത്. ഞാൻ അഞ്ചാമത്തെ ആക്ടിലേക്ക് വരുമ്പം അങ്ങനെ ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുള്ളത്. അപ്പം നമ്മുടെ ഫൈനൽ അങ്ങോട്ടേക്ക് വരികയും അപ്പോൾ അങ്ങനെ ലേഡി വിഷ്ഫോർഡിനോട് പറയുകയും എന്താണ് ഈ സർ റോളണ്ട് എന്ന് പറയുന്നത് എന്താണ് വെറും ഒരു സെർവൻ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖംമൂടി വലിച്ചു കീറി എന്നാണ് അവനെ നാറ്റിക്കുന്നത്. ഇതെല്ലാം ആരുടെ പ്ലാനാണ്?
മിറബലിന്റെ പ്ലാൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈനൽ അവിടെ വന്നിട്ട് പറയണം. ശരിക്കും ഈ ഒരു അവന്റെ മുഖമൂടിയൊക്കെ വലിച്ചു കീറേണ്ട ആളാരായിരുന്നു? മിറബലായിരുന്നു. അവന്റെ പ്ലാൻ അനുസരിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ആള് മിറബലായിരുന്നെങ്കിലും പക്ഷേ ഇതൊക്കെ അറിഞ്ഞ് ഫൈനൽ അത് അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഒരു കാര്യങ്ങളൊക്കെ ലേഡി വിഷ്ഫോർട്ടിനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ലേഡി വിഷ്ഫോർട്ടിനോട് പറയുന്ന കാര്യം, നിങ്ങളുടെ മകളായിട്ടുള്ള അറബല്ല അഥവാ എൻ്റെ ഭാര്യ എന്താണ്, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മിറബലും അതുപോലെ തന്നെ അറബലയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിഷ്ഫോർഡിനോട് പറയണം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അവളും ആകെ അന്തം വിട്ട് പോവാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇത് ഞാൻ എന്തായാലും പുറത്ത് പറയും എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മായിമ്മ എന്താണ് ഫൈനലിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ഞാൻ പുറത്ത് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും നാറ്റിക്കും എന്നുള്ള സത്യം അവരോട് പറയുകയും ആ ഒരു സമയത്ത് നമ്മുടെ മിറബൽ അങ്ങോട്ടേക്ക് 2 സെർവൻറ്റും കൂട്ടി വരികയും അപ്പം ഈ ഒരു ഫൈനലും അതുപോലെ തന്നെ മിസ്സിസ് മാർവൂട്ടും തമ്മിലുള്ള പ്രണയം ഉണ്ടെന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഫൈനൽ അതുപോലെ തന്നെ അത് നിരാകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് എന്താണ് നമ്മുടെ മിറബല് പറഞ്ഞു, നിന്റെ ഭാര്യയായിട്ടുള്ള അറബല്ലയെ എന്താണ് ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്നപ്പോൾ അവളുടെ സ്വത്തുക്കൾ മുഴുവനും കൺട്രോൾ ചെയ്യാനുള്ള അവകാശം അവൾ എനിക്ക് മാത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഇപ്പോഴും നിനക്ക് സ്വന്തമല്ല. ഇനി ആ ഒരു സ്വത്തുക്കൾ അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക എന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം അതോടുകൂടെ എന്താണ് ഫൈനൽ എന്താണ് ആകെ പൊളിഞ്ഞു പോയി. അവൻ്റെ പ്ലാനുകൾ മുഴുവൻ ചീറ്റിപ്പോയി. തൻ്റെ ഭാര്യയുടെ സ്വത്ത് ഏതായാലും തനിക്കുണ്ട് എങ്കിൽ പോലും മിലമെൻറ്റിൻ്റെ സ്വത്തും കൂടെ തനിക്ക് വേണം, അതും കൂടെ പിടിച്ച് വാങ്ങണം എന്നുള്ളൊരു ആർത്തി മൂർത്താണ് ഫൈനലി ഈ ഒരു ചീഞ്ഞ കളിക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എന്താണ് തൻ്റെ ഭാര്യയുടെ സ്വത്തുക്കൾ പോലും തൻ്റെ കയ്യിലില്ല എന്നറിയുമ്പം എന്താണ് അവന് മെല്ലെ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നതാണ് കാണുന്നത്. അപ്പം ഈ ഒരു ഇതോടുകൂടെ എന്താണ് ഈ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇതിലൂടെ വരുന്നത്. കാരണം നമ്മൾ മിറബലും അതുപോലെ തന്നെ മിലമെൻറ്റും തമ്മിലുള്ള വിവാഹത്തിന് ലേഡി വിഷ്ഫോർട്ട് സമ്മതിക്കുകയും അവരുടെ വിവാഹം ചെയ്യിക്കുകയും അതുപോലെ തന്നെ അവർ എന്താണ് ആ സെർവൻസിനോടൊക്കെ അവൾ പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിലൂടെ എന്താണ് ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇതിലൂടെ നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്. അഥവാ റിയൽ ആയിട്ടുള്ള സ്നേഹം അത് മാത്രമാണ് എന്നും ഏതൊരു കാലഘട്ടത്തും നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് അവസാനം ഇതിലൂടെ നമുക്ക് തരുന്ന മെസ്സേജ്. അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് ഏതൊരു സമയം ഇല്ലാതായി പോവാം. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് നഷ്ടപ്പെടാം. ആ ചീറ്റിങ് നമുക്ക് കാരണമാകാം എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് അവസാനം കിട്ടുന്നത്. സോ ഇത് ഓൾറെഡി ഈ ഒരു സ്റ്റോറി മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നീട് എന്താണ് ഇതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ 3-4 യൂണിറ്റുകൾ പറയുന്നുണ്ട്. ഞാൻ അധികം വൈകാതെ തന്നെ ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സ്റ്റോറി കേട്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം കേട്ടിരിക്കുക, അത് മൈൻഡിൽ വെക്കുക. അത് വെച്ചിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ബൈ.